ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുഖം ഉൾപ്പെടെ ശരീരം മുഴുവനും നിറം വെക്കാൻ സഹായിക്കുന്ന നല്ലൊരു പാക്കിൻ്റെ വീഡിയോ ആണ്. ഇത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കുകൾ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണിത്. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൽ നമ്മൾ ആഡും ചെയ്യുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇത് ദിവസവും ഒട്ടും മടി കൂടാണ്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഗോതമ്പിൻ്റെ മാവാണ്. ആട്ടപ്പൊടി എടുത്താലും സാരമില്ല കേട്ടോ. അപ്പോൾ അത് 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോ എടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക. അതായത് ഫുൾ ബോഡി അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ മുഖം, കൈ, കാലുകൾ എല്ലാത്തിനും വേണ്ടിയിട്ട് എന്നാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള എടുക്കണം. ഇനി ഫേസിൽ മാത്രം ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ 1 ടേബിൾ സ്പൂണോളം മതിയാവും. അപ്പോൾ നിങ്ങൾ ആദ്യം ഫേസിൽ അപ്ലൈ ചെയ്തിട്ടൊന്ന് നോക്കുക. ഈ സെയിം ഗോതമ്പ് മാവ് ഉപയോഗിച്ചിട്ട് ഞാൻ വേറൊരു ഫേസ് പാക്ക് ഇട്ടിരുന്നു. നല്ല റിസൾട്ടായിരുന്നു കേട്ടോ. അതിൽ ഒരുപാട് പേർക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് വന്നത്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ ചാനലിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ചെറുനാരങ്ങ നീര് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറുനാരങ്ങ നീര് നമ്മൾ ഫേസ് പാക്കുകളിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കമൻറ്റ്സ് വരാറുണ്ട്, ചെറുനാരങ്ങ നീര് മുഖത്ത് തേക്കാൻ പാടുണ്ടോ എന്നുള്ളത്. ചെറുനാരങ്ങ നീര് ഡയറക്റ്റ് ഫേസിലേക്ക് ഒരിക്കലും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഫേസ് പാക്കുകളിൽ ഇട്ടിട്ട് നമ്മൾ അതായത് 1 ടീസ്പൂണോളം ഇട്ടിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം ചെറുനാരങ്ങ നീര് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂണോളം തൈരാണ്. തൈരും കൂടിയിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഒരു 3 സാധനങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഈ തൈരിന് പകരമായിട്ട് നിങ്ങൾക്ക് പാല് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ചെറുനാരങ്ങ നീരിന് പകരമായിട്ട് നിങ്ങൾക്ക് ടൊമാറ്റോൻ്റെ ജ്യൂസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതായത് ഗോതമ്പ് മാവും ടൊമാറ്റോ ജ്യൂസും പിന്നെ പാലും ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് ഈ ഫേസ് പാക്ക് തയ്യാറാക്കാം. അല്ലാന്നാണെങ്കിൽ ഇതേപോലെയും തയ്യാറാക്കാം കേട്ടോ. ഈ 2 മെത്തേഡിലും നിങ്ങൾക്ക് സാധനങ്ങൾ മാറ്റിയിട്ട് തയ്യാറാക്കാം. അത് ഞാൻ എടുത്ത് പറയാൻ കാരണം എന്താ വെച്ചാൽ ചിലർക്ക് പിന്നെ ചെറുനാരങ്ങ അലർജി ഉണ്ടാവും, ചിലർക്ക് തൈര് അലർജി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിതെൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ഇനി നിങ്ങളെന്താ ഫേസിലിടാതെ കയ്യിലിട്ടത് എന്നുള്ള ചോദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ കയ്യിലിട്ടിട്ട് കാണിച്ചു തരുന്നത്. അല്ലാതെ ഇത് ഫേസിലിടാതെയല്ല ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പുറത്തുനിന്ന് ഒരു ക്രീം വാങ്ങിയിട്ട് മുഖത്തേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പേടിയും ഉണ്ടാവില്ല. അതേ സ്ഥാനത്ത് അടുക്കളയിലുള്ള ഇത്രയും നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ, നമ്മൾ കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് തേക്കുന്ന കാണുമ്പോഴാണ് പലരുടെയും സംശയം വരിക, നീ ഇത് മുഖത്ത് തേച്ചിട്ടില്ലല്ലോ, അപ്പോൾ ഇതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെയുള്ളൊരു ഒരുപാട് കമൻറ്റ്സ് കിട്ടുന്നത് കൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ ആദ്യം ഇതേപോലെ തന്നെ കയ്യിലൊന്ന് ബാച്ച് ടെസ്റ്റ് എല്ലാം ചെയ്ത് നോക്കിയിട്ട് മാത്രം ഫേസിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 25 മിനിറ്റ് വെച്ചിട്ട് സാധാരണ വെള്ളത്തിൽ ഇതേപോലെ ഒന്ന് കഴുകിക്കളയാം. ഇതിനെക്കൊണ്ട് കാര്യമായിട്ട് നിങ്ങളുടെ ഫേസിന് ദോഷം എന്തായാലും വരുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത് നിങ്ങൾ കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. അതേ സ്ഥാനത്ത് നല്ല നിറവും തിളക്കവും കിട്ടാൻ സഹായിക്കുകയും ചെയ്യും. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഒറ്റ യൂസിലുള്ള ഇൻസ്റ്റൻറ്റ് ഗ്ലോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഡിഫറൻസ്. അതേപോലെ ചിലർ പറഞ്ഞൊക്കെ ചിലരുടെ ലെഫ്റ്റ് ഹാൻഡ് പിന്നെ വെളുത്തിട്ടും റൈറ്റ് ഹാൻഡ് കറുത്തിട്ടൊക്കെ ഉണ്ടാകുന്നുള്ളത്, അതൊന്നും എനിക്കറിയില്ല. ഞാനിപ്പോൾ ഏതായാലും നിങ്ങളുടെ മുന്നിൽ തന്നെയാണ് കഴുകി തുടച്ച് റിസൾട്ട് കാണിക്കുന്നത്. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ 2 രീതിക്ക് നിങ്ങൾക്കിത് ചെയ്യാം. ടൊമാറ്റോ ജ്യൂസും പാലും ഉപയോഗിച്ചിട്ടും ചെറുനാരങ്ങ നീരും തൈരും ഉപയോഗിച്ചിട്ടും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഒരുപാട് നല്ല കമൻസും കിട്ടിയിട്ടുണ്ട്, റിസൾട്ട് ഉണ്ട് എന്നുള്ള രീതിക്കുള്ള. അപ്പോൾ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണ് ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം അടുത്ത നല്ലൊരു ബ്യൂട്ടി ടിപ്പുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.